ഇത് ലങ്കാവി റിസോർട്ട് വേൾഡിലാണ് ഇപ്പോൾ ഉള്ളത്. അടിപൊളി സ്റ്റേ ആണ്. റൂംസൊക്കെ നമ്മൾ നിൽക്കുന്നത് ഒരു നീറ്റ് സ്റ്റേ, അത്ര ആവുന്നില്ലെങ്കിലും പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂസ്, പുറമേക്കുള്ള വ്യൂ അടിപൊളിയാണ്. മുന്നേ തന്നെ ഒരുപാട് യാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഐലൻഡ് ഹോപ്പിംഗ്, പിന്നെ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ ക്ലോസ് ആണ്. നമുക്ക് റൂമിൽ നിന്ന് തന്നെ ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ ഡിസ്റ്റൻസിലാണ് എല്ലാതും ഉള്ളത്. അപ്പോൾ നമ്മൾ ഇവിടേക്ക് വന്നത് നേരെ എയർപോർട്ടിൽ നിന്ന് ബൈക്ക് എടുത്തിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പോൾ ലങ്കാവിത്തെ ഐലൻഡ് ഹോപ്പിംഗ് കാഴ്ചകളും ബാക്കിയുള്ളതൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ മെയിൻ അജണ്ട ഐലൻഡ് ഹോപ്പിംഗ് ആണ്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റു. ഞങ്ങൾ ഐലൻഡ് ഹോപ്പിങ്ങിന് പോകുന്ന സമയത്ത് ഫുഡൊന്നും കിട്ടില്ല. അപ്പോൾ കുറച്ച് നൂഡിൽസും അതേപോലെ സ്നാക്സൊക്കെ വാങ്ങാൻ വേണ്ടി 7-Eleven വന്നതാണ്. ഒരു കോഫിയും 2 നൂഡിൽസൊക്കെ വാങ്ങി ഇനി നേരെ ഐലൻഡ് ഹോപ്പിങ്ങിനുള്ള ചെട്ടിയിലേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ ബോട്ടിലൊക്കെ കയറി യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു നൂഡിൽസൊക്കെ കഴിച്ച് ഇവിടുത്തെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു ഐലൻഡിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ തന്നെ നല്ല അടിപൊളി കാഴ്ചയായിരുന്നു. പുറത്തേക്കൊക്കെ കുറച്ച് നേരം നോക്കിയിരുന്നു. ഏകദേശം ഒരു 10-20 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മളെ ഐലൻഡ് ഹോപ്പിങ്ങിൻ്റെ ക്ലിയർ വാട്ടറുള്ള ആ ഏരിയയിലേക്ക് എത്തി. അപ്പോൾ ഞാൻ പുറത്തേക്കുള്ള കാഴ്ചയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്നൊരു 7 മിനിറ്റ് നടന്ന് കഴിഞ്ഞാൽ ഒരു ക്ലിയർ വാട്ടർ പോയിൻ്റ് എത്തും. അത് കടലും ആ ക്ലിയർ വാട്ടറും ഷെയർ ചെയ്യുന്ന ഒരു പോയിൻ്റാണ്. തൊട്ടപ്പുറത്ത് കടലാണ്, അതിന് തൊട്ടിപ്പുറത്തായിട്ട് ഈ ക്ലിയർ വാട്ടറും. അത് ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ് ശരിക്കും. അപ്പുറത്ത് ഉപ്പുവെള്ളവും ഇവിടെ നോർമൽ ക്ലിയർ വാട്ടറുമാണുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ കുറച്ച് മുമ്പ് കാണിച്ചിരുന്ന ആ കൗണ്ടറിൽ നിന്ന് നമുക്ക് ആഡ് ഓൺ ആയിട്ടൊരു ടിക്കറ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് എടുക്കണം. സാധാരണ നമ്മളിപ്പോൾ ലങ്കാവിലേക്കൊക്കെ ആദ്യമായിട്ട് പോവുകയാണെങ്കിൽ അവിടുന്ന് നമുക്ക് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് തരും. അതായത് ഐലൻഡ് ഹോപ്പിങ്ങിന് 50 റിങ്കറ്റാന്ന് പറയും. പക്ഷെ നമ്മളറിയാതെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൽ നിന്ന് വേറെ ഒരു ടിക്കറ്റും കൂടി ഇതിൻ്റെ അകത്തേക്ക് കയറാൻ എടുക്കണം. പെർ ഹെഡ് ചാർജ് ചെയ്യുന്ന രീതിയിൽ എടുക്കണം. ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ ഒരു 14 ഫീറ്റ് ആഴമുള്ള ക്ലിയർ വാട്ടർ ആയിട്ടുള്ളൊരു പുഴയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ മിറാക്കിൾ ബോർഡർ. ഇവിടുന്ന് ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ബൗണ്ടറിയാണ്. അതിൻ്റെ അപ്പുറത്ത് കടലും ഇപ്പുറത്ത് പുഴയാണ്. അത് നമ്മൾക്ക് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിരുന്നു, നമ്മളടുത്ത് നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ ഈ കാണുന്നത് 14 ഫീറ്റ് ആയുള്ള ഒരു പുഴയാണ്. അവിടെ ചെറിയൊരു ബോർഡറൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇറങ്ങണമെങ്കിൽ നമുക്ക് ലൈഫ് ജാക്കറ്റ് ഇവിടുന്ന് ഫ്രീ ആണ്. ലൈഫ് ജാക്കറ്റ് ഇല്ലാതെ ഇവിടെ ഇറങ്ങാൻ കഴിയില്ല. അപ്പോൾ അവിടെ കുറച്ച് നേരം കുളിയൊക്കെ കഴിഞ്ഞു. എൻ്റെ ബാക്കിൽ കാണുന്ന ഈ മലയാണ് പ്രഗ്നൻറ്റ് മെയ്ഡൻ എന്ന് പറഞ്ഞ് ഒരു പ്രഗ്നൻറ്റ് ലേഡി കിടക്കുന്ന ഷേപ്പിലുള്ള ഒരു മലയാണ്. ഈ ഐലൻഡിൻ്റെ പേര് പ്രഗ്നൻറ്റ് മെയ്ഡൻ ഐലൻഡ് എന്നാണ്. അപ്പോൾ അവിടെയൊക്കെ കുറച്ച് നേരം എക്സ്പ്ലോർ ചെയ്തു, കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ചു. അങ്ങനെ കഴിഞ്ഞു. ഇവിടെ 1 മണിക്കൂറാണ് നമുക്ക് മാക്സിമം ഉള്ള സമയം. അപ്പോൾ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് മുകളിലേക്ക് തന്നെ നടക്കുകയാണ്. ഈ സ്റ്റെപ്പുകൾ കയറിയിട്ട് വരുന്ന ഈ 7 മിനിറ്റ് വാക്ക് നല്ല രസമുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈഗിൾ ഫീഡിങ് പോയിന്റിലേക്കാണ്. അടുത്ത പോയിൻ്റ് എങ്ങനെയാണ് ഇതാണെന്നൊന്നും അറിയില്ല. അതിൻ്റെ അടുത്ത് ഒരുപാട് നല്ല രസമുള്ള കാഴ്ചകളുണ്ടായിരുന്നു. ഞാൻ റിഫയൊക്കെ ശരിക്കും എക്സൈറ്റഡ് ആണ്. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു യാത്ര വരുന്നത്. അപ്പോൾ അങ്ങനെ പോയി ഈഗിൾ ഫീഡിങ് പോയിന്റിലെത്തി. ഞങ്ങൾ കയറുന്ന സമയത്ത് തന്നെ ബോട്ടിൽ ചെറിയ ഇറച്ചി കഷ്ണങ്ങളൊക്കെ അയാൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, ഡ്രൈവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്ന് വെള്ളത്തിലേക്ക് ഇട്ട സമയത്ത് ഒരുപാട് പരുന്തുകൾ വന്നിട്ട് ഇതൊക്കെ കൊത്തിയെടുക്കുകയാണ്. അതാണ് ഈ മെയിനായിട്ടുള്ള ഈഗിൾ ഫീഡിങ് പോയിൻറ്റിൻ്റെ ഒരു ഐഡിയ. ചുറ്റും ഞങ്ങളെ കൂടെ ഇതേപോലെ ഐലൻഡ് ഹോപ്പിങ്ങിന് വന്ന ഒരുപാട് പേരുടെ ബോട്ടുണ്ടായിരുന്നു. എല്ലാവരുടെ ബോട്ടിൽ നിന്നും ഭക്ഷണം അങ്ങനെ ഇടുന്നുണ്ട്. ആ സമയത്ത് ഇങ്ങനെ കൊത്തി കൊണ്ടുപോവാണ് ചെയ്യുന്നത്. നല്ല രസമുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ ഒരു 5-10 മിനിറ്റ് അവിടെ നിർത്തിയിട്ടു. ആ കാഴ്ചകളൊക്കെ കണ്ട് കുറേ ഷൂട്ടൊക്കെ ചെയ്ത് കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഇനി അടുത്ത് നമ്മൾ പോകുന്നത് ഒരു ഐലൻഡിലേക്കാണ്. നമ്മളിനി പോകുന്ന ഐലൻഡിൻ്റെ പേര് ഒരു ഇൻട്രസ്റ്റിംഗ് നെയിമാണ്. വെട്രൈസ് ഐലൻഡ് എന്നാണ് അതിൻ്റെ പേര്. ചുറ്റും മലകളൊക്കെ ആയിട്ട് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു എക്സ്പീരിയൻസാണ്.
അങ്ങനെ നമ്മളിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. കയറുന്ന സമയത്ത് തന്നെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ്. ഞാൻ ഇങ്ങനെ വീഴാൻ പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. അവിടെ നമ്മൾ കയറുമ്പോൾ തന്നെ കാണുന്നത് പിന്നെ ജെറ്റ് സ്കി, അതേപോലെ സ്നോർക്ലിങ്, ബനാന ബോട്ടൊക്കെയാണ്. ഇവിടെ ഹട്ടിൽ ഒരു ഫുഡ് സെറ്റപ്പ് ഉണ്ട്, പക്ഷേ അത്രമാത്രം ഭക്ഷണമൊന്നുമില്ല. ഒരു 1-2 ഐറ്റം ഉണ്ട്. നമ്മൾ കോക്കനട്ട് കൊണ്ട് ഉണ്ടാക്കിയ എന്തോ ഒരു ഡ്രിങ്ക് ഉണ്ടായിരുന്നു, അതൊന്ന് വാങ്ങി ട്രൈ ചെയ്തു. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. റിഫ അതൊക്കെ കുടിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ചുറ്റുഭാഗമൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊന്ന് കുളിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഷൂട്ട് ചെയ്തില്ല. ആ സമയമായപ്പോഴേക്കും നമുക്ക് തിരിച്ചു പോകാനായി. ഇനി നേരെ റൂമിലേക്കാണെന്നാണ് ബോട്ടിൻ്റെ ഡ്രൈവർ പറഞ്ഞത്. അപ്പോൾ ഇനിയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് നേരെ തിരിച്ച് റൂമിലേക്ക്. പക്ഷേ തീരരുതേ എന്നുള്ള പ്രാർത്ഥനയാണ് ഉള്ളിൽ. അത്ര രസമുണ്ടായിരുന്നു. ഇനി ഈ ദിവസം കഴിഞ്ഞാൽ ഇതേപോലത്തെ സ്പേസസ് ഒന്നുമില്ല. ബാക്കിയുള്ളതൊക്കെ സ്കൈ ക്യാബും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ദിവസങ്ങളാണ്. അപ്പോൾ മാക്സിമം അതൊക്കെ എൻജോയ് ചെയ്തിട്ട് കണ്ടുകൊണ്ടിരുന്നു. അപ്പോഴേക്ക് തിരിച്ച് റൂമിലെത്താറായി. ഹോട്ടലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇറങ്ങി, അവിടെ നിന്ന് ഇറങ്ങി നേരെ റൂമിലേക്ക് മെല്ലെ മെല്ലെ നടന്നു.